CIA ചാരനായിട്ടുള്ള മാത്യു വാൻഡേക്കിനെ കഴിഞ്ഞ ദിവസമാണ് ദേശീയ സുരക്ഷാന്വേഷണ ഏജൻസി പിടികൂടിയത്. വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു അറസ്റ്റ് നടന്നത്. നിലവിലെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മാത്യു വാൻഡേക്കിന്റെ ഒപ്പം അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കൂടെ നിരവധിയായിട്ടുള്ള മറ്റ് സംഘങ്ങളും ഉണ്ടായിരുന്നു. അതായത് 20ഓളം പേരടങ്ങുന്ന ഒരു സംഘമായിട്ടായിരുന്നു ഇവർ ഇന്ത്യയിലേക്ക് എത്തിയത്. അതില് ബാക്കി വരുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്താണ് അവർക്ക് സംഭവിക്കുന്നത്? വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടെ ഉണ്ടായിരുന്ന ഈ മാത്യു വാൻഡേക്കിന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും അറസ്റ്റ് ചെയ്യുമോ? മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ CIA കുപ്രസിദ്ധ ഓപ്പറേറ്റീവും അതുപോലെ കൂലിപ്പട്ടാളക്കാരനും ആ വിഭാഗത്തിന്റെ ഒരുപക്ഷെ തലവനുമായ മാത്യു വാൻഡേക്ക് ഒപ്പം 19-20 മറ്റ് കൂലിപ്പടയാളികളും, അതായത് അവരെല്ലാം യുക്രൈനിയൻസ് ആണെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അവർ ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്, അതിന് റെക്കോർഡുണ്ട്. പക്ഷേ ഈ എത്തിച്ചേർന്നവർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറഞ്ഞൊരു പെർമിറ്റ് എടുക്കാതെ മിസോറാമിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ ആ പെർമിറ്റ് ഒന്നും ഇല്ലാതെ മിസോറാമിലേക്ക് പോകുന്ന ചരക്ക് വണ്ടികളിൽ ഇവർ കയറിയിരുന്ന് പരിശോധനകളൊക്കെ വെട്ടിച്ച് മിസോറാമിലെത്തി. ആ മിസോറാമിൽ നിന്നും പിന്നീട് ഇവര് ഇന്ത്യയുടെ അതിർത്തി നുഴഞ്ഞ് കയറി അപ്പുറത്ത് മ്യാൻമാറിലെത്തി. ആ മ്യാൻമാറില് അവകാശപ്പെടുന്നത് അവർ മ്യാൻമാറിലെ ഈ മിലിറ്ററി ജുണ്ടയെ, അതായത് ഇപ്പോഴത്തെ മിലിറ്ററി ഭരണകൂടത്തെ എതിർക്കുന്ന ജനാധിപത്യവാദികളായ ഓങ് സാങ് സൂക്കിയുടെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വെളി വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവര് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥതകൾ വിഭാഗീയത സൃഷ്ടിക്കുകയും അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ചില ഭാഗങ്ങളും ചിറ്റഗോങ്ങിന്റെ ചില ഭാഗങ്ങളും ഇന്ത്യയുടെ ഭാഗങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം രൂപീകരിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നൊക്കെയാണ്. അതിനും അപ്പുറത്ത് മുമ്പ് ഷെയ്ഖ് ഹസീന പറഞ്ഞതുപോലെ ബംഗ്ലാദേശിന്റെ കൈവശമുള്ള, ബംഗ്ലാദേശിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ബംഗാൾ ഉൾക്കടലിലെ സെയിന്റ് മാർട്ടിൻസ് ഐലൻഡ്, ആ ദ്വീപ് അമേരിക്കയുടെ നാവികത്താവളമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് മാത്യു വാൻഡേക്ക് ഇന്ത്യയിൽ എത്തിയത്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ചോദ്യമുണ്ട്. മാത്യു വാൻഡേക്കിനൊപ്പം വന്നവര് മൊത്തം 20ഓളം ആൾക്കാരുമായിട്ടാണ് ഇയാൾ വന്നതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 14 പേര് എവിടെ പോയി? ഇയാൾ ഉൾപ്പെടെയാണോ 20 എന്നുള്ളത് അത്ര വ്യക്തമല്ല. നമുക്ക് ഇയാൾ കൂടാതെ 20 എന്ന് തൽക്കാലം അങ്ങനെ ഊഹിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 14 പേര് അല്ലെങ്കിൽ 13 പേര് ഇവിടെ പോയി? 7 പേരെ ഇപ്പം മൊത്തം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാത്യു ഉൾപ്പെടെ 7 പേര്. 6 പേര് യുക്രൈനിയൻസ് ആണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 3 മാസമായിട്ട് IB-യുടെയും അതുപോലെ തന്നെ NIA-യുടെയും റോയുടെയും ഒക്കെ ജാഗ്രതയുള്ള നിരീക്ഷണത്തിന്റെ വലയിലായിരുന്നു ഇവര്. 1 ഇഞ്ച് അവിടുന്ന് ഇവിടുന്ന് മാറിയിട്ടില്ല. കൃത്യമായിട്ട് ഇവരുടെ പുറകെ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഏജൻസികൾ ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ചുള്ള ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇന്ത്യക്ക് എത്തിച്ചത് റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനമാണെന്നും ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇവർ ഇന്ത്യയിൽ എത്തിയിട്ട് മിസോറാമിലേക്ക് കടന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, മിസോറാമിൽ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ മിസോറാമിലേക്ക് എത്തിച്ചേർന്നത്. ചിലർ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങി ടൂറിസ്റ്റ് ആയിട്ട്, ചിലരാകട്ടെ ലക്നൌവിലെത്തി, ചിലർ കൊൽക്കത്തയിലെത്തി, ചിലർ ഗുവാഹത്തിയിലും എത്തിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും മിസോറാമിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്ന മീസോ രജിസ്ട്രേഷനുള്ള വണ്ടികൾ കണ്ടെത്തിയിട്ട് അതിലെ ഡ്രൈവർമാർക്ക് പൈസ കൊടുത്ത്, അതായത് ഇപ്പോൾ ചരക്ക് ലോറികൾ പോവുക, നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ ലോറികളിൽ നമ്മൾ ചില ആൾക്കാർ യാത്ര ചെയ്യും, ചെറിയ പൈസ കൊടുത്താൽ മതി. അപ്പൊ ഇവർ വലിയ പൈസ ഓഫർ ചെയ്യും. ഇവര് പ്രത്യേകിച്ച് ഈ വിദേശികളോട് നമ്മുടെ പൊതുവെ ഇന്ത്യക്കാർക്കൊക്കെ ഒരു താല്പര്യമുണ്ട്. ചിലപ്പോൾ ഇവരുടെ കയ്യിൽ വല്ല മദ്യമൊക്കെ കാണും, അങ്ങനെയൊക്കെയുള്ള വിദേശ മദ്യമൊക്കെ ലഭിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ മുതലെടുത്ത് ഈ
മാത്യുവും അയാളുടെ സംഘാംഗങ്ങളും മിസോറാമിലേക്ക് ഒളിച്ചു കിടക്കുന്നു. അവർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് അവരെടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചോദ്യം വരും, എന്തിന് മിസോറാമിലേക്ക് പോകും? സദാ അവരെ വാച്ച് ചെയ്യും. ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവർ മിസോറാമിൽ എത്തിയിട്ട് അവിടെ നിന്നും അവർ മ്യാൻമറിലേക്ക് പോകുന്നു. അതും അതിർത്തി നുഴഞ്ഞു കയറി പോവുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇവർ എത്രമാത്രം ഓർഗനൈസ്ഡ് ആണ്, ഇവരുടെ പദ്ധതിയും അതുപോലെ എത്രമാത്രം പരിചയസമ്പന്നരാണ്. യുക്രൈനിയൻസ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം യുക്രൈനിയൻ സൈന്യത്തിലെ ഡ്രോണുകളുടെ ഉപയോഗം അറിയാവുന്നവരും ഡ്രോൺ അസംബിൾ ചെയ്യാൻ അറിയാവുന്നവരും ഞാനീ പറയുന്ന ഇവർ ഉപയോഗിക്കുന്ന ഡ്രോണ് ഈ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് എന്നൊക്കെ പറയുന്ന ഹൈലി കോംപ്ലക്സ് കാറ്റഗറിയിലുള്ള ഡ്രോണുകളൊന്നുമല്ല. ഒരു 3-4 കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന സൂയിസൈഡ് ഡ്രോണുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ എന്ന് പറയുന്ന FPV ഡ്രോണുകൾ. ഈ ഡ്രോണുകളാണ് ഇവർ അസംബിൾ ചെയ്യുക, അല്ലെങ്കിൽ വിദേശത്തു നിന്ന് കൊണ്ടുവരും. ഡുവൽ പർപ്പസ് ഡ്രോൺ എന്നുള്ള ആയിട്ട് ഉപയോഗിക്കുന്നവയായിരിക്കും ഇത് പലതും. കാരണം ഇത് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവർ കാണിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങളാണ്. അതായത് ഫോട്ടോ എടുക്കാനെന്നോ അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ആൾക്കാരെ അങ്ങനെയുള്ള സഹായിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല ആവശ്യങ്ങൾക്ക് കൃഷിക്ക് ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്, കർഷക കൂട്ടായ്മകൾക്ക് ഡ്രോൺ കൊടുക്കുകയാണെന്ന് പറയാം. അപ്പോ ഇത് കട്ടായി പോയിരുന്നു ഇടയ്ക്ക്. ഇല്ല. അപ്പൊ ഒന്നുകൂടെ ഞാൻ ഈ പറഞ്ഞിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. ചിലപ്പോൾ അവർ പറയാം കാർഷിക ഗ്രൂപ്പുകൾക്ക് ഡ്രോൺ കൊടുക്കുകയാണെന്ന് പറയാം, അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് ഡ്രോൺ കൊടുക്കുകയാണെന്ന് പറയാം. ഇങ്ങനെയുള്ള ഡ്യുവൽ പർപ്പസ് ഡ്രോണുകൾ പലപ്പോഴും ഇത് ഒരു അല്പം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇവരത് മിലിറ്ററി പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ കാമിക്കാസെ സൂയിസൈഡ് ഡ്രോണുകളായിട്ട് മാറ്റിയെടുക്കും. അങ്ങനെ മാറ്റിയെടുത്തിട്ടാണ് ഈ തീവ്രവാദികൾക്ക് ഇത് കൊടുക്കുന്നത്. ഇവർ ഇതിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇവരുടെ വരവിന്റെ ലക്ഷ്യം. ഇത് കുറെ നാളായിട്ട് ഇവർ എത്തുന്നുണ്ട്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് മ്യാൻമാറിൽ നടക്കുന്ന ജനാധിപത്യ പോരാട്ടത്തിനെ സഹായിക്കുക എന്ന വ്യാജേനയാണ് ഇവരിൽ പലരും ഇവിടെ എത്തിയത്. തുടക്കത്തിൽ ഇന്ത്യ സർക്കാരിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഇവർ പോയതെന്ന് നമുക്ക് ഊഹിക്കേണ്ട വരും. പക്ഷെ പിന്നീടാണ് ഇവര് ഇന്ത്യയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് ഇവർ തിരിയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, ഈ ഒരു 14 മാസത്തിനു മുമ്പ് ഇവര് ഇങ്ങനെയൊക്കെ അതായത് മ്യാൻമാറിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഇവരുടെ പ്രവർത്തനം, ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങളിലേക്ക് അവർ നീങ്ങുന്നു എന്നൊരു സൂചന നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് കൊടുത്തിരുന്നു. അതിനെ തുടർന്നാണ് ഇവരിൽ മോണിറ്ററിങ് വന്നത്. അപ്പം ഇതിനിടയ്ക്ക് 2 സംഭവങ്ങൾ നടന്നു. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ വ്യക്തമാകും. അതായത് ഈ 2025 ഡിസംബറിൽ 2024 ഡിസംബറിൽ രണ്ട് അമേരിക്കക്കാരെയും ഒരു ബ്രിട്ടീഷ് പൗരനും അവർ മ്യാൻമാറിൽ ജനാധിപത്യ പ്രക്ഷോഭത്തെ സഹായിക്കുന്നതാണ്. അവിടെ വെച്ചിട്ട് അവർക്ക് അവർക്ക് പരിക്കേറ്റു. അവരെ അതിനുശേഷം പുറത്തേക്ക് ട്രീറ്റ്മെന്റിനും പുറത്തു പോകാനുമായിട്ട് അവർ മിസോറാമിലെത്തി. അങ്ങനെ മിസോറാമിൽ എത്തിയത് ഒന്ന് കേണൽ കോളിൻ മേഫീൽഡ് US ആർമിയുടെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഉയർന്ന റാങ്കിലുള്ള കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അതുപോലെ ഹെൻറി ന്യൂയി, ഇവർ രണ്ടുപേരും അമേരിക്കൻ ആർമിയിലെ ഉദ്യോഗസ്ഥരാണ്. ഇനി അതുകൂടാതെ ബ്രിട്ടീഷ് പൗരനായ ബ്രണ്ടൻ സെനിഗർ, അദ്ദേഹം അമേരിക്കൻ ആർമിയിലല്ല വർക്ക് ചെയ്യുന്നത്, പക്ഷെ പുള്ളിക്ക് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഇതിൽ കേണൽ മേഫീൽഡിന് ഒരു മൈൻ പൊട്ടിത്തെറിച്ച പുള്ളിയുടെ കാല് വല്ലാതെ പരിക്കേറ്റിരുന്നു. അത് ചികിത്സിക്കാനാണ് ഇയാൾ ഐസ്വാളിൽ എത്തിയത്. ഐസ്വാളിൽ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റായി, അയാളെ ചികിത്സിച്ചു. ഇന്ത്യ അവർക്ക് സേഫ് പാസേജ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കിടക്കാൻ അനുവാദം കൊടുത്തു. സത്യത്തിൽ ഇന്ത്യക്കെതിരായ വിധ്വംസക പ്രവർത്തനം കൂടി നടത്താൻ വന്ന വ്യക്തിയാണ്. ഇയാളെ പിടിച്ച് തുറങ്കലിൽ ഇടേണ്ടതായിരുന്നു. ഒരുപക്ഷെ അന്ന് ലഭ്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ ഒരു പരിമിതി ആയിരിക്കാം ഇയാളെ പോലുള്ളവർ ഇവിടെ വന്നിട്ട് സർവ്വ തെമ്മാടിത്തരവും കാണിച്ചിട്ട് ഇവർ രക്ഷപ്പെട്ടു പോയതിന്റെ ഒരു കാരണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം അന്നുണ്ടായി. അതിനുശേഷം പിന്നീട് കളി മാറി.
കാരണം ഇന്ത്യ വളരെ ജാഗരൂകതയോടെ പിന്നെ ഇടപെടാൻ തുടങ്ങി. പിന്നീട് ഇവരെല്ലാം തന്നെ PDF എന്ന് പറയുന്ന പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സിനെ സഹായിക്കാൻ എത്തിയവര് എന്നൊക്കെയുള്ള ഒരു നമ്പറാണ് ഇവിടെ ഇറക്കുന്നത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ പിന്നെ മേഫീൽഡിനെയും ഒക്കെ എതിരെ ആദ്യഘട്ടത്തിൽ മീസോ പോലീസ് ചില കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ അമേരിക്ക ഇതിൽ നിന്നൊക്കെ അവരെ ഊരിക്കൊണ്ടുപോയി. പിന്നീട് ഈ നവംബറിൽ വീണ്ടും ചില ആൾക്കാർ വന്നു. അവരെ മീസോ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മെയ് 2025 മെയ്യില് വീണ്ടും ചില ആൾക്കാർ ഇന്ത്യയിൽ എത്തിയിരുന്നു. അതായത് 2 US നാഷണൽസ് ആണ്. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്, രണ്ടുപേരും ഡോക്ടർമാരാണ്. അവര് ഐസ്വാളിൽ എത്തിയിരുന്നു. ഇവര് കുക്കി ചിൻ നാഷണൽ ആർമിക്ക്, അതും പിന്നെ മ്യാൻമാറിലാണ്, സഹായം കൊടുക്കുന്നു എന്നും പറഞ്ഞൊക്കെയാണ് എത്തിയത്. പക്ഷെ പിന്നീട് മനസ്സിലാക്കിയത് ഇവര് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിച്ചു എന്നൊക്കെയാണ്. ഇതിനിടയ്ക്ക് നമുക്കറിയാമല്ലോ, ഒരു പിന്നെ എന്താണ്, ഒരു ക്രിസ്ത്യൻ പുരോഹിതന് അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ്. അയാള് ഇവിടെ ഡ്രോണുകൾ വിതരണം ചെയ്യുന്ന ഫോട്ടോ അയാൾ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് പിന്നെ പുള്ളിയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പുള്ളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കിപ്പോൾ അറിയാൻ വയ്യ. അതിനെക്കുറിച്ച് പൊതുവിടത്തിൽ വലിയ വിവരങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പല പല കാരണം പറഞ്ഞ് ഇന്ത്യയിലെത്തുന്നു. ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് ഇന്ത്യ വേണ്ട രീതിയിൽ അറസ്റ്റ് ചെയ്ത് പിന്നെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താതിരുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ ചാര നേതാവാണ് അറസ്റ്റിലായ മാത്യു വാൻഡേക്ക്. ആ മാത്യു വാൻഡേക്കിനെ എവിടെ പോയി അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും രക്ഷിക്കാൻ അമേരിക്കൻ സർക്കാർ നേരിട്ട് ഇടപെടും. അപ്പോ ഇങ്ങനൊരാൾ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ആദ്യമേ തന്നെ ഇവിടെ അറസ്റ്റുകളൊക്കെ തുടങ്ങിയാൽ ഇന്ത്യ വളരെ ജാഗ്രതയാണെന്നും മാത്യു മറ്റേതെങ്കിലും വഴിക്ക് മ്യാൻമാറിൽ എത്തിയെന്നും അത് തടയാനാണ് അയാളെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവന്ന് അയാളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അയാളെ അറസ്റ്റ് ചെയ്തു. അമേരിക്കയെ സംബന്ധിച്ചത് കനത്ത തിരിച്ചടിയാണ്. കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ എല്ലാ രഹസ്യ ഓപ്പറേഷൻസിലും അറിയും എന്ന് മാത്രമല്ല അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന വ്യക്തിയും കൂടാണ് മാത്യു വാൻഡേക്ക്. മാത്യു വാൻഡേക്ക് അഫ്ഗാനിസ്ഥാനിൽ അറസ്റ്റിലായപ്പോൾ അമേരിക്കൻ സൈന്യം പ്രത്യേക വിമാനം അയച്ചിട്ടാണ് മാത്യു വാൻഡേക്കിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. എനിക്കിപ്പോൾ തോന്നുന്നത് മാത്യു വാൻഡേക്ക് 1-2 മാസത്തിലധികം ഇന്ത്യയിൽ ഉണ്ടായാൽ അത് പിന്നീട് അയാളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം US ഏതെങ്കിലും രീതിയിൽ ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാളിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അപകടത്തിൽ പെടുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പിന്നെ മേൽപ്പടിയാൻ അങ്ങ് സിദ്ധി കൂടുന്നതായിരിക്കും നല്ലതെന്നാണ്. സിദ്ധി കൂടുകയോ കൂട്ടുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ കൂടെ വന്നാൽ ഇപ്പോൾ അപ്രത്യക്ഷരായ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ വയ്യ. സെക്യൂരിറ്റി ഏജൻസികൾ അങ്ങനെ മണ്ടന്മാരാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇവരുടെ കാര്യം ചോദിക്കാനൊന്നും പറയാനും ഒന്നും ഇനി ആരും വരത്തില്ല. അവർ ജീവിച്ചാലും ശരി മരിച്ചാലും ശരി യുക്രൈനെ സംബന്ധിച്ച് ഇത് പുറത്തു പറയാൻ പറ്റത്തില്ല. യുക്രൈൻ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് ഇന്ത്യയിലെ യുക്രൈൻ്റെ അംബാസഡർ ഇപ്പോൾ തന്നെ പ്രസ്താവന ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദം ശക്തിപ്പെടുത്താനായിട്ട് അമേരിക്കയുടെ ഒരു വലിയ ഇടപെടൽ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോഴത് ഇന്ത്യ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ നേതാവിനെ തന്നെ നമ്മൾ പൊക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഇസ്രായേൽ ഇറാനിലൊക്കെ നടത്തിയ ഓപ്പറേഷൻ പോലെ വളരെ കൃത്യമായ ഓപ്പറേഷൻ ആയിരുന്നു. പലയിടത്തുനിന്ന് ഇൻപുട്ട് വേണം, അതൊക്കെ ഉണ്ടെങ്കിലും ശരി ഇതിന്റെ ക്രെഡിറ്റ് ഇന്ത്യൻ ഏജൻസികൾക്ക് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യും. അതുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം.